പിഞ്ചിർ ആർട്സിൻ്റെ ക്രിസ്മസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഒരു ക്രിസ്മസ് ഗാനത്തോടു കൂടി തന്നെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം തുടങ്ങാം.
ക്രിസ്മസ് രാവുകൾ ആഘോഷരാവുകൾ കൂടിയാണ്. പല വർണ്ണങ്ങളിലുള്ള വെളിച്ചങ്ങൾ വിതറി ഈ ആഘോഷരാവുകൾ നമ്മിൽ ആനന്ദം നിറയ്ക്കുന്നു. മനസ്സിനെ ആർദ്രമാക്കുന്ന സംഗീതത്തിൻ്റെ മാസ്മരികത അന്തരീക്ഷത്തിൽ നിറയുന്നു. പ്രകാശം നിറഞ്ഞ ഈ നഗര കാഴ്ചകളിലൂടെ നമുക്കൊന്ന് നടക്കാം. സാർവലൗകിക സ്നേഹത്തിൻ്റെ സുവിശേഷം മനുഷ്യവർഗത്തിന് ആകമാനം പകർന്നു കൊടുക്കുന്ന യേശുദേവൻ്റെ സ്മരണകൾ അന്തരീക്ഷത്തിൽ തിരതല്ലി നിൽക്കുന്ന ഒരു ക്രിസ്മസ് കാലം. ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുക തന്നെ തന്നെയായിരിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാവണം യേശുദേവൻ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മനുഷ്യനെ ഉപദേശിച്ചത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ക്ഷമയുടെയും തീരാത്ത സുവിശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. പരമ്പരാഗതമായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് മാറി വൈരാഗ്യത്തിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെയും തത്വശാസ്ത്രങ്ങളെ കൈയൊഴിഞ്ഞ് അതിരുകളില്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തേക്ക് അദ്ദേഹം നമ്മെ ആനയിക്കുന്നു. കൈപ്പേറിയ ദുരനുഭവങ്ങളുടെ നുകങ്ങൾ പേറുമ്പോഴും പ്രശാന്തവും പ്രതീക്ഷാനിർഭരവുമായ ഒരു നല്ല നാളെയുടെ സ്വപ്നങ്ങൾ യേശുദേവൻ നമ്മിൽ നിറയ്ക്കുന്നു. ഇരുൾ നിറഞ്ഞ കഴിഞ്ഞ കാലത്തിൽ നിന്നും പ്രകാശം നിറഞ്ഞ പുതിയ ഒരു ലോകത്തേക്ക് ഈ ക്രിസ്മസ് കാലം നമ്മെ നയിക്കുന്നു. അതിരുകളില്ലാത്ത മുൻ നിശ്ചയപ്രകാരമുള്ള വ്യവസ്ഥകളില്ലാത്ത സർവതല സ്പർശിയായ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും നിറച്ച ആ മഹാപുരുഷനെ സ്മരിക്കുന്ന ഈ കാലഘട്ടം പുതിയ ചൈതന്യം നമ്മിൽ നിറയ്ക്കട്ടെ. ഈ ധന്യവേളയിൽ ക്രൈസ്തവ പുരോഹിതനായ ഫാദർ ജോസഫ് ചക്കാലക്കുടിയിൽ നൽകുന്ന ക്രിസ്മസ് സന്ദേശം നമുക്കൊന്ന് ശ്രവിക്കാം. ഉണ്ണീശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഗതമാവുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒരായിരം ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേരുകയാണ്. ഈ ക്രിസ്മസിൻ്റെ അവസരങ്ങളിലൊക്കെ പുൽക്കൂട്ടിൽ ജാതനാകുന്ന ഉണ്ണീശോ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അല്ലേറെ എളിമയുടെയും വിനയത്തിൻ്റെയും ഒക്കെ ആ വലിയ നന്മകൾ സ്വായത്തമാക്കുവാൻ നമ്മെ അവിടുന്ന് മാടി വിളിക്കുകയാണ്. ഈ ദിവസങ്ങളിലുടനീളം നമ്മെ ധ്യാനത്തിന് നയിക്കുന്ന ഏറ്റവും വലിയ ചിന്ത ശൂന്യതയിൽ നിറകുടമായ നന്മയുടെ നിറകുടമായ തമ്പുരാൻ അവൻ്റെ സ്നേഹത്തിലേക്ക്, നമ്മുടെ ഇല്ലായ്മകളിൽ നിന്ന് അവൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ഈ വിളി സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള മനുഷ്യ ജന്മങ്ങളും പലതരത്തിലുള്ള ജീവിത പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കപ്പെടുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ദാരിദ്ര്യവും സഹനങ്ങളും രോഗാവസ്ഥകളും ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും നാളെക്കുറിച്ചുള്ള ആകുലതകളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ പുൽക്കൂട്ടിൽ ശൂന്യതയിൽ ഒന്നുമില്ലായ്മയിൽ വന്നു വരുന്ന കർത്താവിൻ്റെ സവിധത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ വലിയ ശൂന്യതയുടെ മുൻപിൽ നമ്മുടെ എളിയ കുറവുകൾ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. ആ ഒരു നന്മ നമുക്ക് ഏവർക്കും ഒരു പരിശ്രമമായി കൂടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ആഗതമാവുന്ന ഒരു പുതുവത്സരവും അതിൻ്റെ നന്മകളും പിന്നിട്ട ദിവസങ്ങളിൽ നമുക്കുണ്ടായ പരാജയങ്ങളോ തെറ്റിദ്ധാരണകളോ ഇതൊന്നുമല്ല. ഇതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ഓരോ പരാജയത്തെയും വിജയം കൊണ്ട് അതിജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ പിതാവ് ഈ അടുത്ത കാലത്ത് ഇറക്കിയതുപോലെ ഒരു ചാക്രിക ലേഖനത്തിൽ പറയുന്നത് പോലെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ആ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ആർദ്രമായ ഒരു ഹൃദയത്തിന് ഉടമയായി തീരുക. സർവലൗകികത, മാനവികത
എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയത്തിനുടമയാവുക. കർത്താവ് പുൽക്കൂട്ടിൽ കിടന്നുകൊണ്ട് ഉണ്ണീശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: ആർദ്രമായ ഒരു ഹൃദയത്തിനുടമയാവുക. കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ അടുത്തും സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലുമൊക്കെ എല്ലാവരെയും അവരുടെ പരിമിതികളും നന്മകളോടും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ആർദ്രഭാവമുള്ള ഹൃദയത്തിനുടമയാവുക എന്നത് ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരാഗ്രഹമായി തന്നെ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അവസരത്തിൽ ദൈവം നിർലോഭം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുവാനും നമ്മെ ഏൽപ്പിച്ചു തരുന്ന കടമകളെ കൃത്യമായി നിർവഹിക്കുവാനും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നവരെ സ്നേഹത്തോടുകൂടി മറുകര കടത്തുവാനും ഒക്കെ ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒക്കെ നന്മകൾ ആശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കേക്കും വൈനുമില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം! ഈ വിവിധ രുചിക്കൂട്ടുകൾ നാവിൽ പകരുന്ന മധുരം ആസ്വദിച്ച് നമുക്ക് ഈ നിമിഷങ്ങളെ ധന്യമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകൾ. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.